മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പരസ്യമായ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. താൻ പങ്കുവച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിത്രത്തിലൂടെ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്നാണ് ട്രംപ് നിലവിലെ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. വ്യോമാക്രമണം പുനരാരംഭിക്കാൻ തന്റെ സൈനിക മേധാവികളുമായി ട്രംപ് ചർച്ചകൾ നടത്തുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് പരമാധികാരമുള്ള ഒരു രാജ്യത്തിന് മേലുള്ള നഗ്നമായ അധിനിവേശ ശ്രമമാണ്. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ വീണ്ടും ഒരു സൈനിക നീക്കത്തിലൂടെ മിഡിൽ ഈസ്റ്റിലെ സമാധാനം തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധം കാരണം ഇറാന് പ്രതിദിനം $500 മില്യൺ നഷ്ടം ഉണ്ടാകുന്നുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കണക്കുകൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാനുള്ള അമേരിക്കൻ കുതന്ത്രങ്ങളുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ജനതയെ പട്ടിണിക്കിടാതെയുള്ള ഇറാന്റെ പ്രതിരോധം വിസ്മയകരമാണ്. ഇറാൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അന്തസ്സുള്ള ഒരു സമാധാനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അമേരിക്ക നയതന്ത്ര ചാനലുകൾ വഴി അറിയിക്കുമ്പോഴും അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവിശ്വാസം പ്രകടിപ്പിച്ചത് തികച്ചും ന്യായമാണ്. കാരണം മുൻപ് ഒപ്പുവെച്ച ആണവ കരാറുകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. സമാധാനത്തിനായി ഇറാൻ മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫിന്റെ പ്രസ്താവന രാജ്യത്തിന്റെ ശക്തമായ നിലപാടിനെയാണ് കാണിക്കുന്നത്. തങ്ങളുടെ അതിർത്തികളെ സംരക്ഷിക്കാൻ ഇറാന് പൂർണ്ണമായ അവകാശമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ ഇറാൻ ഒരു പ്രൊഫഷണൽ സംവിധാനം പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം പോലുള്ള അധിനിവേശ പദ്ധതികൾക്ക് ഈ റൂട്ട് അടച്ചിടുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങളുമായി സഹകരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കാനും മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനും ഈ നീക്കത്തിലൂടെ ഇറാനാകും. സാമ്രാജ്യ ശക്തികളുടെ യുദ്ധക്കപ്പലുകൾക്ക് തങ്ങളുടെ അതിർത്തിയിൽ യഥേഷ്ടം സഞ്ചരിക്കാൻ അനുവാദം നൽകില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ വിന്യാസം നടത്തിയ USS ജെറാൾഡ് ആർ ഫോൾഡ് എന്ന വിമാനവാഹിനി കപ്പലിനെ പോലും തിരിച്ചു വിളിക്കാൻ അമേരിക്ക ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. തോക്കുകൾ ചൂണ്ടി ഇറാനെ കീഴടക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ്. ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ പോരാട്ട വീര്യത്തിന് അന്താരാഷ്ട്ര സമൂഹം പിന്തുണ നൽകേണ്ടതുണ്ട്.